നമസ്കാരം. ശ്രീകല നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഞ്ചനടയിലെ മൂന്നാമത്തെ സ്റ്റെപ്പായ തക്ക തക്കിട്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തക്ക തക്കിട്ടയിൽ 5 അക്ഷരമാണ് വരുന്നത്. അതായത് ത, ക, ത, കി, ട. അതിനാൽ തക്ക തക്കിട്ട ഗണ്ഡത്തിലാണ് പറയുന്നത്. തക്ക തക്കിട്ടയിലെ കാലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തക്കതിമി, പഞ്ചനടയിലെ രണ്ടാമത്തെ സ്റ്റെപ്പായ തക്കതിമിയിൽ കാല് എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചത് അതേപോലെ തന്നെയാണ് തക്ക തക്കിട്ടയിലും ഉപയോഗിക്കേണ്ടത്. പക്ഷേ ചൊല്ലിൽ ചില മാറ്റങ്ങൾ ഉണ്ട്. ചവിട്ടിലും അതേ മാറ്റങ്ങൾ വരും. അരമണ്ഡലത്തിലിരുന്ന് വലത് കാലിൽ ത, ക, ത, കി, ട, ത, ക, ത, കി, ട, ത, ക, ത, കി, ട, ത, ക, ത, കി, ട. തക്ക തക്കിട്ട ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ത, ക, ത, കി, ട, ത, ക, ത, കി, ട, ത, ക, ത, കി, ട. തക്ക തക്കിട്ട രണ്ടാം കാലം. തക്ക ത കി ട, തക്ക ത കി ട, തക്ക ത കി ട. തക്ക തക്കിട്ട മൂന്നാം കാലം. തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട. ഇനി നമുക്ക് തക്ക തക്കിട്ടയുടെ കൈകൾ മാത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. വലത് കൈയില് കപിത്ത ഹസ്തം പിടിച്ച് വലതു ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്താക്കി വെക്കണം. അതായത് നൃത്താരംഭത്തിൽ നമ്മൾ കടകാമുഖം പിടിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കപിത്ത ഹസ്തം പിടിക്കേണ്ടത്. ഇടതു കൈ ഇടതു സൈഡിലേക്ക് നീട്ടി പിടിക്കുക. ഇനി ത, ക, ത, അതായത് വലത് കാല് 2 തവണ ചവിട്ടുമ്പോൾ വലത് കൈയിൽ കപിത്ത ഹസ്തവും ഇടത് കൈ ഇടത് സൈഡിലേക്ക് നീട്ടി പിടിച്ച് ഇടത് ഭാഗത്തേക്ക് നോക്കണം. ത, ക, ത. കിട്ട എന്ന് പറയുമ്പോൾ, അതായത് ഇടത് കാലിൽ ചെയ്യുമ്പോൾ ഇടത് കൈ തലയ്ക്ക് മുകളിലേക്ക് അളപത്മഹസ്തത്തിൽ കൊണ്ടുവരണം. അതായത് ത, ക, ത, കി, ട, ത, ക, ത, കി, ട. തക്ക തക്കിട്ടയുടെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് വലത് കൈ വലതു ഭാഗത്ത് കപിത്തഹസ്തം പിടിച്ചു, ഇടത് കൈ ഇടത് സൈഡിലേക്ക് നീട്ടി പിടിച്ചു. തക്ക തക്കിട്ട ഒന്നാം കാലം. ത, ക, ത, കി, ട, ത, ക, ത, കി, ട, ത, ക, ത, കി, ട, ത, ക, ത, കി, ട. തക്ക തക്കിട്ട രണ്ടാം കാലം. അരമണ്ഡലത്തിലിരുന്ന് തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട. തക്ക തക്കിട്ട മൂന്നാം കാലത്തില് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന്
തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട. എല്ലാവർക്കും പഞ്ചനടയിലെ മൂന്നാമത്തെ സ്റ്റെപ്പായ തക്ക തക്കിട്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പഞ്ചനടയിലെ നാലാമത്തെ സ്റ്റെപ്പായ തക്കിട്ട തക്ക ദിമിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.